ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ട പരീക്ഷയും കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു അല്ലേ? അത്യാവശ്യം നന്നായി തന്നെ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തില്ലേ? നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കതിന്റെ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തിട്ട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എളുപ്പമായിരുന്നു അല്ലേ പേപ്പർ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-നാണ്. ഓഗസ്റ്റ് 28. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ് റാനഡെയാണ്. മഹാദേവ് ഗോവിന്ദ് റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? KM പണിക്കരാണ്. KM പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിത കഥ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്റെ ജീവിത കഥ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആരാണ് നേതാവ്? AK ഗോപാലനാണ് കേട്ടോ. AK ഗോപാലൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. ഫതഹുൽ മുബീൻ എന്ന മുസ്ലിം കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഫതഹുൽ മുബീൻ എന്നത് SCRT-യിൽ നമ്മൾ പഠിച്ചതാണ്. കൃത്യമായിട്ട് നോക്കൂ. കവി ഖാസി മുഹമ്മദ് എഴുതി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സാമൂതിരി രാജാവിനെ പരാമർശിച്ചുകൊണ്ടുള്ള കൃതിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, കേരളത്തിലെ ജാതി വ്യവസ്ഥയെ വിവരിക്കുന്നു എന്നത് തെറ്റാണ്. 17-ാം നൂറ്റാണ്ടിലല്ല 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ കൃതിയാണ്. അപ്പം അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ് കേട്ടോ. വടകര. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നേതാവാണ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ ഷൺമുഖം ചെട്ടിയാണ് അതിൽ ഉൾക്കൊള്ളാത്തത്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. അത് ഏതാണ്? അത് അഗസ്തീശ്വരമാണ്. അഗസ്തീശ്വരം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്തതയാണ്. നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയാണ് കേട്ടോ. ഹീമോഫീലിയ. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ ആണ്. താഴെ പറയുന്നവരിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിലാണ്. കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ ഇനത്തിന്റെ പേര് നമ്മൾ SCRT-യിൽ ഒരു ബോക്സ് ആയിട്ട് കണ്ടതാണ് അല്ലേ? പ്രിയങ്ക എന്നതാണ് അതിന്റെ പേര്. പാവൽ ഇനത്തിന്റെ പേര് പ്രിയങ്ക എന്നാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം 2023. മില്ലറ്റ്സ് ഇയർ ആയിരുന്നു 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയാണ് കേട്ടോ. 5 ലക്ഷം രൂപ. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി,
തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പോസിറ്റീവായ സന്ദർഭങ്ങൾ. അപ്പൊ ഇവ രണ്ടുമാണ് പോസിറ്റീവായ സന്ദർഭങ്ങൾ. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? അത് വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് കേട്ടോ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിനാണ്. 310. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജമാകുന്നു എന്നതാണ്. രാസോർജം ഗതികോർജമാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്നത് ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു എന്നതാണ്. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു എന്ന ക്രമത്തിലാണ് സൂര്യഗ്രഹണം. അപ്പൊ ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. നോക്കാം. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളോട് ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി. തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് തെറ്റ് എന്നതാണ് ഇവിടെ നമ്മുടെ ആൻസർ. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആറ്റോമിക സംഖ്യ 8 മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി മാത്സ് ആണ്. ആൻസർ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. 33ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി 17 ആണ്. 34 ഓപ്ഷൻ എ 36 എന്നതാണ്. 35 ഓപ്ഷൻ എ ആണ് 0.66. 36ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ 312 കിലോമീറ്റർ. 38ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 13. 39ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 1344 രൂപ. 40ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി 37/16. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 47. 42ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി 315. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 44 ഓപ്ഷൻ ബി 31 എന്നതാണ് ഉത്തരം. 45ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ് 730. 46ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 47 ഓപ്ഷൻ ബി 23 എന്നതാണ് ഉത്തരം. 48 ഓപ്ഷൻ ഡി 1/6. 49ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി 13 കിലോമീറ്റർ എന്നതാണ്. 50ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി തിയേറ്റർ. 51ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി അമ്മാവൻ. 52ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ 19 എന്നതാണ്. അപ്പം മാത്സ് കഴിഞ്ഞു. ബാക്കി നോക്കാം. 53ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരിയാണ്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? മെറ്റേണിക്കിന്റെ അഭിപ്രായമാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് കൂറുളി ചേകോനാണ്. ഓക്കെ. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലം ജില്ലയിലാണ്. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM ആയിരിക്കും. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്.
പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. ഇവയെല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? ദേശീയ ജലപാത 3 ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? അത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണമാണ് കേട്ടോ. ഭൂതല ഛായാഗ്രഹണം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇവിടെ ചുവടെ തന്നിട്ടുള്ളവയിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് എടുക്കാം. ചിലപ്പോൾ ക്യാൻസലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നോക്കാം. താരതമ്യേന വീതി കുറവാണ്. പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വീതി കുറവാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. താരതമ്യേന വീതി കൂടുതൽ എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 4ഉം എന്തായാലും ഒന്നിച്ച് വരില്ല. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 1ഉം 3ഉം ശരി എന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ കൊടുമുടിയാണ്. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അയ്യങ്കാളിയുടേതല്ല. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് അയ്യങ്കാളിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജൊനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ജൊനാഥൻ ഡങ്കൻ ആണ്. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിക്കും. അത് ശരിയായിട്ടുള്ളതല്ല. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നതും ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 2 മാത്രം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ബടാനന്ദനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? യോഗ്യശ്രീ നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻഗാങ്ങിനാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? USSR, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്?
ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 52 സെക്കൻഡാണ്. ഒന്നാമത്തെ തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. മാലിനി ചൗധരി എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായവയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ തെറ്റാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നോക്കാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. അതും തെറ്റായിട്ടുള്ള അത് രണ്ടാമത്തേത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ ആണ്. 65 വയസ്സെന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 3 ആണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 പറഞ്ഞിട്ടുള്ളത്. ജീവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം പറഞ്ഞിട്ടുള്ളത് വകുപ്പ് 21 പ്രകാരമാണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32 ആണ്. വകുപ്പ് 32. ഓപ്ഷൻ എയിലാണ് കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസിന്റെ അർത്ഥം എന്താണ്? വി കമാൻഡ് അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ മാൻഡമസ് ആണ് ഇവിടുത്തെ ഉത്തരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22 ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 എണ്ണമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.